കൽക്കി 2898 എഡിയുടെ രണ്ടാം ഭാഗത്ത് നിന്ന് ദീപിക പദുകോൺ നായിക സ്ഥാനത്ത് നിന്ന് മാറിയതിനാൽ പകരം ആരെത്തുമെന്ന ചോദ്യമാണിപ്പോൾ. മേക്കേഴ്സുമായി തെറ്റിപ്പിരിഞ്ഞാണ് ദീപിക പിന്മാറിയത്. പ്രൊഡക്ഷൻ ഹൗസ് വൈജയന്തി മൂവീസ് ദീപികയെ പരോക്ഷമായും വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റും പങ്കുവച്ചിരുന്നു. കൽക്കി പോലുള്ള സിനിമകൾക്ക് പ്രതിബന്ധന ആവശ്യമാണെന്ന് വൈജയന്തി മൂവീസ് പറയുന്നു. ദീപിക വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന നടത്തിയിട്ടുമില്ല. റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാം ഭാഗത്ത് തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമില്ലാത്തതിനാണ് ദീപിക പിന്മാറി എന്ന് കാരണമുണ്ട്. ദീപികയ്ക്ക് പകരം ആരും എത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. ആദ്യ ഭാഗം വൻ ഹിറ്റായതിനാൽ കൽക്കിയുടെ രണ്ടാം ഭാഗത്ത് നായികയാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. ബോളിവുഡിലും ടോളിവുഡിലും കോളിവുഡിലെ മുൻനിര നായികാ നടിമാർ പ്രോജക്റ്റിൽ കണ്ണുവെക്കുന്നുമുണ്ട്. എന്നാൽ ആരാണ് പകരം നായികയായി എത്തുന്നത് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. ഇതേക്കുറിച്ച് പല വാദങ്ങളും വരുന്നുണ്ട്. അനുഷ്ക ഷെട്ടി നായികയാകുമെന്നാണ് ചിലരുടെ അഭിപ്രായം. പ്രഭാസ് അനുഷ്ക ഷെട്ടി ജോഡിയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കാസ്റ്റിംഗിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുമില്ല. ബാഹുബലിയാണ് അനുഷ്ക പ്രഭാസ് ജോഡി അവസാനമായി പ്രേക്ഷകർ കണ്ടത്. ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. അക്കാലത്ത് ഇവർ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളും വന്നിരുന്നു. പിന്നീട് ഒരു സിനിമകളും ഇവരെ ഒരുമിച്ച് കണ്ടിട്ടുമില്ല. അടുത്തിടെ സുഹൃത്തുക്കളായിരുന്ന ഇരുവരും തമ്മിൽ സൗഹൃദം അവസാനിപ്പിച്ചോ എന്ന ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും ഇവരുടെ സൗഹൃദം ശക്തമാണ്. അനുഷ്കയുടെ 'കാട്ടി' എന്ന സിനിമ അടുത്തിടെയാണ് റിലീസ് ചെയ്തത്. ഈ ചിത്രത്തിന്റെ പ്രസന്റിംഗ് സ്റ്റുഡിയോ യുവി ക്രിയേഷൻസ് ആയിരുന്നു. പ്രഭാസ് ഈ കമ്പനിയുടെ കോ ഫൗണ്ടറാണ്.